ഹായ് എവരി വൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻസേർട്ട് ടാബിലെ കവർ പേജ്, ബ്ലാങ്ക് പേജ്, പേജ് ബ്രേക്ക് എന്നീ 3 ടോപ്പിക്കുകളെ കുറിച്ചാണ്. ഓക്കെ, സോ നമുക്കറിയാം ചില സമയങ്ങളിൽ നമുക്ക് ഇപ്പോൾ ഒരു സ്കൂളിൽ പഠിക്കുമ്പോഴോ അല്ലെങ്കിൽ കോളേജിൽ പഠിക്കുമ്പോഴോ നമുക്ക് ചിലപ്പം ഒരു അസൈൻമെൻറ്റ് ഉണ്ടാക്കേണ്ടതായിട്ട് വരും. ഓക്കെ, അസൈൻമെൻറ്റ് ഉണ്ടാക്കുമ്പോൾ അതിനൊരു കവർ പേജ് മസ്റ്റാണ്. ആ ഒരു കവർ പേജ് എങ്ങനെയാണ് വേർഡിൽ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതേ പല സിറ്റുവേഷനിൽ നമുക്ക് കവർ പേജ് ആവശ്യമായിട്ട് വരും. എന്ത് ഡോക്യുമെൻറ്റ്സിനും ഒരു കവർ പേജ് ഉണ്ടായിരിക്കേണ്ടതാണ്. അപ്പം എവിടെയാണോ കവർ പേജ് വേണ്ടത്, ഇപ്പം ഫസ്റ്റ് ഡോക്യുമെൻറ്റിൻ്റെ ആദ്യമേ ആയതുകൊണ്ട് ഞാൻ അതിൻ്റെ ഏറ്റവും ബിഗിനിങ്ങിൽ ഞാൻ ക്ലിക്ക് ചെയ്യുന്നു ഇൻസേർട്ട് കവർ പേജ്. അപ്പോൾ കവർ പേജിൻ്റെ കുറേ സാമ്പിൾസുകൾ അവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്കിഷ്ടമുള്ള ഒരു സ്റ്റൈൽ അവിടെ നിന്ന് ചൂസ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. നമുക്ക് ഏതാണോ വേണ്ടത് ആ ഒരു സ്റ്റൈൽ എടുക്കുന്നത്. ഞാനിപ്പോൾ ഈ സ്റ്റൈൽ എടുക്കുകയാണ്. ഇപ്പോൾ ഡോക്യുമെൻറ്റിൻ്റെ ടൈറ്റിൽ അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കവിടെ വേണ്ടത് എന്താണോ, ഓക്കെ, ഞാനിവിടെ ടൈപ്പ് ചെയ്യാണ് സാമ്പിൾ കവർ പേജ്. ദെൻ ഡോക്യുമെൻ്റ് ടൈറ്റിൽ ക്രിയേറ്റഡ് ബയോ അങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുക്കാം. ഡേറ്റ്, കമ്പനി നെയിം, കമ്പനി അഡ്രസ്സോ അല്ലെങ്കിൽ കോളേജിൻ്റെ പേരോ അല്ലെങ്കിൽ സ്കൂളിൻ്റെ പേരോ എന്ത് വേണമെങ്കിലും നമുക്ക് കവർ പേജിനകത്ത് കൊടുക്കാം. കവർ പേജിൻ്റെ സ്റ്റൈൽ എപ്പം വേണമെങ്കിലും മാറ്റാവുന്നതാണ്. നമുക്ക് ഇഷ്ടമുള്ള സ്റ്റൈലുകളുണ്ട്. അതിൽ നിന്ന് ഇഷ്ടമുള്ള ചൂസ് ചെയ്ത് നമുക്ക് എപ്പം വേണമെങ്കിലും അതിനെ മാറ്റാൻ പറ്റുന്നതാണ്. ഓക്കെ, സോ ഇങ്ങനെയാണ് നമുക്ക് ഒരു കവർ പേജ് ഡിസൈൻ ചെയ്യാൻ പറ്റുക. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഒരു ബ്ലാങ്ക് പേജ് കൂടെ ആഡ് ചെയ്യണം. സപ്പോസ് ഇവിടെ കഴിഞ്ഞിട്ട് എനിക്കൊരു ബ്ലാങ്ക് പേജ് വേണമെങ്കിൽ ഇൻസേർട്ട് ബ്ലാങ്ക് പേജ്. അപ്പോൾ നമുക്ക് അവിടെ ഒരു ബ്ലാങ്ക് പേജ് അവിടെ ക്രിയേറ്റ് ആയി വരുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ പേജ് ബ്രേക്ക് ചെയ്യണമെങ്കിൽ, അതായത് എനിക്ക് ഒരു ഈ ഡോക്യുമെൻറ്റിൻ്റെ ഇവിടെ വെച്ച് ബ്രേക്ക് ചെയ്തിട്ട് സെൻട്രൽ വെച്ച് ബ്രേക്ക് ചെയ്തിട്ട് ബാക്കിയുള്ള ടെക്സ്റ്റുകളെല്ലാം അടുത്ത പേജിലേക്ക് മൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് പേജ് ബ്രേക്ക്. അതായത് പേജിനെ ബ്രേക്ക് ചെയ്യണം, അവിടെ പിന്നെ ടൈപ്പ് ചെയ്യാൻ പറ്റില്ല, അടുത്ത പേജിലേക്ക് മാത്രമേ നമുക്ക് ബാക്കിയെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുകയുള്ളൂ. ഓക്കെ, അപ്പം കവർ പേജ് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡോക്യുമെൻറ്റിന് ഒരു കവർ പേജ് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയാണ്. പുതിയ ബ്ലാങ്ക് പേജ് വേണമെങ്കിൽ നമുക്ക് ബ്ലാങ്ക് പേജ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ ബ്ലാങ്ക് പേജ് അവിടെ ക്രിയേറ്റ് ആവും. പേജ് ബ്രേക്ക് എന്ന് വെച്ചാൽ ഒരു പേജിനെ ബ്രേക്ക് ചെയ്യണമെങ്കിൽ സെൻട്രൽ വെച്ച് എവിടെയെങ്കിലും അല്ലെങ്കിൽ ഇടയ്ക്ക് എവിടെയെങ്കിലും ബ്രേക്ക് ചെയ്യണമെങ്കിലാണ് നമ്മൾ പേജ് ബ്രേക്ക് എന്ന് പറയുന്ന ഓപ്ഷൻസ് ചൂസ് ചെയ്യുക. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.